അതിപ്പോൾ ചിത്രം ഒരു സമ്മിശ്ര പ്രതികരണം, ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു വരുന്നു. അങ്ങനെയുള്ള പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ചിത്രം ഇറങ്ങി ആദ്യ ദിവസങ്ങളിൽ ഹരികൃഷ്ണനിൽ ലഭിക്കുന്ന റെസ്പോൺസ് എന്തൊക്കെയാണ്? ഇല്ല, ഇപ്പം പേഴ്സണലി എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ കൂടെ വന്ന ആൾക്കാരും എല്ലാരും ഇതിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നതെന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാകുന്നില്ല. ഇപ്പം ഒരുപാട് പേരാണെങ്കിലും ഇപ്പൊ ഫോണിലായാലും ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് നെഗറ്റീവ് റിവ്യൂ പറയുന്നതിന്റെ റീസൺ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. ഓക്കെ, ഹരികൃഷ്ണന്റെ ആദ്യ പടമാണല്ലോ. ചിത്രം കണ്ടിട്ട് ഹരികൃഷ്ണന് ലഭിക്കുന്ന റിവ്യൂസ് എന്താണ്? അല്ല, എനിക്ക് ഇപ്പം പേഴ്സണലി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കോളും അതേപോലെ തന്നെ മെസ്സേജിലൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് പടത്തെ കുറിച്ച് പറയുന്നത്. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡും സന്തോഷവാനുമാണ്. നമ്മുടെ ചിത്രത്തിൽ മോഹൻലാൽ, ഹരീഷ് പേരടി അങ്ങനെ ചില നടന്മാർ ഒക്കെ മാറ്റി നിർത്തിയാൽ പുതുമുഖങ്ങൾ ഒരുപാട് അണിനിരന്ന ചിത്രമാണ്. അത്ര പരിചിതരല്ലാത്ത ഒരുപാട് പേർ അണിനിരുന്ന ചിത്രമാണ്. പക്ഷേ കേരളത്തിലെ കേരളത്തിലെ തന്നെയാണോ എന്നറിയത്തില്ല. ഞാനിപ്പോൾ ഹരികൃഷ്ണന്റെ ബയോ നോക്കുമ്പോൾ 1 and only കളരിപ്പയറ്റ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ എന്നതാണ് അതിലെ ബയോയിൽ പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരേ ഒരാളാണ്, കേരളത്തിലെ മാത്രമാണ് അല്ലേ? അല്ല, കളരിപ്പയറ്റിൽ വ്യക്തിഗതയിൽ ഞാനായിരുന്നു റെക്കോർഡ് സൃഷ്ടിച്ചത്. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ എഴുതുന്നൊരു വാക്ക് ഞാൻ എഴുതിയത്. കേരളത്തിൽ എന്തായാലും ഇങ്ങനെ അവകാശപ്പെടാൻ മറ്റൊരാളില്ല. കളരിപ്പയറ്റില് വ്യക്തിഗതയിൽ റെക്കോർഡ് ഇട്ടിട്ടില്ല ആരും. അപ്പോ ഇതിൽ ഒരു വില്ലൻ വേഷം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ? അതെ. ചിത്രം കണ്ടില്ലേ നിങ്ങള്? ഞാൻ ചിത്രം കണ്ടിട്ടില്ല. ആ വില്ലൻ വേഷം എന്നുവെച്ചാൽ മൂന്ന് വില്ലന്മാരുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ അത്ര പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചിത്രം പുറത്തു വന്നപ്പോഴാണ് ആ സസ്പെൻസ് ഒക്കെ നീങ്ങിയത്. തൻ്റെ സ്വന്തം കഥാപാത്രത്തെക്കുറിച്ച്, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ആക്ച്വലി ഉണ്ടല്ലോ, സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇന്ന വേഷമാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു ഞെട്ടലോടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ള ഓരോ വിഷ്വൽസ് ആയാലും അതേപോലെ നിങ്ങളിങ്ങനെ ഓരോ അതിന്റെ വിഷ്വൽസ് ആയാലും ഇതിനെ കുറിച്ചുള്ള എല്ലാ ഒരു രഹസ്യ സ്വഭാവം വെച്ചിട്ടാണല്ലോ ഈ പടം സ്റ്റാർട്ടിങ് ആയിട്ടേ വന്നോണ്ടിരുന്നത്. കാരണം ഒരു വിവരങ്ങളും വെളിയിൽ വിടാതെ. അപ്പം സത്യത്തില് എനിക്കൊരു കോള് വരുമായിരുന്നു ഫോണിൽ. ഇത് ഹരികൃഷ്ണനാണോ, ഹരീഷിന്റെ നമ്പറാണോ എന്ന് ചോദിച്ചാൽ അതെ, ആരാ സംസാരിക്കുന്നത്? ഞങ്ങൾ ഇന്ന പോലെ ലിജു ചേട്ടന്റെ ക്രൂവിൽ നിന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ബന്ധപ്പെടും, അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്നും പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. ഒരു 5-8 പേര് ഇങ്ങനെ മാറി മാറി പല ടൈമിലായിട്ട് തന്നെ വിളിച്ചു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് ഇതൊരു പ്രാങ്കിന് വേണ്ടിയിട്ട് ആരോ ഇതിന് ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ലിജോ ചേട്ടന്റെ ഒരു മൂവിയില് ഒരു അവസരം എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ പല ആൾക്കാരും അദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നതാണ് ഒരു അവസരത്തിന്. പക്ഷെ ഇത് ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ പറയാൻ നേരത്ത് നമുക്ക് ആദ്യം അങ്ങനെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ലിജോ ചേട്ടനെ കാണണം, മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് പോയി മീറ്റ് ചെയ്തു. അപ്പോഴും നമ്മള് എന്താ പറയുക, എന്നോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കളരിയുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇന്നതുപോലെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തെന്ന, അല്ലെ നമ്മുടെ ഒരു ഹെൽപ്പ് വേണം അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ മീറ്റ് ചെയ്തു. ശരി ഹരി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാണെന്നാ പറഞ്ഞു. അത് കഴിഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം എന്നെ കോൾ ചെയ്തു. അപ്പോഴാണ് ആക്ച്വലി അദ്ദേഹം പറഞ്ഞത് ഇത് വിക്രം മൊറ എന്ന് പറഞ്ഞ സ്റ്റണ്ട് മാഷാണ്. അപ്പൊ ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയായിരിക്കുമല്ലോ അല്ലെ? കാന്താര അതേപോലെ തന്നെ KGF പോലുള്ള പ്രമാണ്ട ചിത്രങ്ങൾ എടുത്ത് 2 നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കളരിയുടേതായിട്ടുള്ള എന്റേതായിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ അല്ലെങ്കിൽ ഒരു പുള്ളിനൊന്ന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്.
അത് കഴിഞ്ഞ് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അപ്പം ഈ വിക്രം മോറ എന്ന് പറഞ്ഞ മാസ്റ്ററിനെ അറിയാം ഞാൻ ഇന്ന റോൾ പ്ലേ ചെയ്യുന്നുള്ളത്, പക്ഷെ എനിക്കറിയത്തില്ല. സംസാരിച്ചു കഴിഞ്ഞപ്പോ കളരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കളരിയിൽ അത്ര പരിചിതനല്ല, അതുകൊണ്ട് ലിജു ചേട്ടനോടാ ചോദിക്കുന്നത്, പരിചിതനല്ല, എനിക്കൊരു അസിസ്റ്റന്റിനെ വേണോന്ന്, അല്ലെങ്കിൽ ഇന്ന പോലെ നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിനെ വേണം ഈ പടത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞപ്പോ, അപ്പം ലിജു ചേട്ടൻ പറഞ്ഞു, ഹരിയുണ്ടല്ലോ, പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ചെയ്യാൻ പറ്റത്തില്ല ഹരി എന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും ചേട്ടാ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം മറ്റേ മാസ്റ്റർ ചോദിച്ച്, മതിയാകുമോ? അല്ലെ, ഹരി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല മാസ്റ്റർ, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനാവാം. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോഴും എനിക്ക് ഇതില്ല. പിന്നെ ഞാൻ ഈ ഷൂട്ടിങ്ങിലോ എന്നെ അവിടുത്തെ നേരത്തെ വിളിച്ചു കഴിഞ്ഞിട്ട് അന്ന് സ്റ്റാർട്ടിങ് ടൈമിലേ വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന പോലൊരു വേഷം നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പാങ്ങോട്ട് മല്ലൻ ആണ് തന്റെ കഥാപാത്രം എന്ന് മനസ്സിലായോ അപ്പോഴെങ്കിലും? അതെ 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 അതെ. പിന്നെ ഇത് കളരിപ്പയറ്റ് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ, എങ്കിൽ പോലും കൂടുതൽ തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും വേണ്ടി വന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തയ്യാറെടുക്കാനായിട്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പം, ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഇപ്പം ഇന്ന ആള് മതി, അല്ലെങ്കിൽ ഇന്ന ഫിഗർ ആണ് വേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഓരോ കഴിവിനെ കുറിച്ച് നല്ലപോലെ അദ്ദേഹം നല്ലപോലെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് റീചെക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇന്ന പോലെ ഒരു ക്യാരക്ടർ. അതും ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ക്യാരക്ടറാണ് എനിക്ക് തന്നിരിക്കുന്നത്. കാരണം ഞാൻ മലയാള സിനിമയിലെ ഒരു തുടക്കക്കാരനാണ്. അപ്പം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുള്ള ഒരു വേഷം ഞാൻ ആദ്യമായിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ലെങ്തി ഡയലോഗുള്ള കാര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് തോന്നി. കാരണം എന്നെ ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലും അദ്ദേഹം ചെയ്തില്ല. അപ്പൊ അദ്ദേഹം അത്രയും ഒരു ട്രസ്റ്റ് നമ്മളിലേക്ക് തന്നത് കൊണ്ടായിരിക്കണമല്ലോ നമുക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റിയത്. ഇത് കാരണം വെച്ചാൽ ഇതിന്റെ നമ്മളിപ്പം സ്റ്റാർട്ടിങ് അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമഘട്ടത്തിലായിരുന്നു അവിടെ ചെന്നത്. കാരണം എൻ്റെ അടുത്ത് ഈ ശ്യാംലാൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടനായിരുന്നു, ഈ ക്രൂവിലുണ്ടായിരുന്ന ചേട്ടനായിരുന്നു. ഇന്ന പോലെ അവിടെ വരുമ്പം ജാക്കറ്റ് എടുത്തോണമെന്ന് പറഞ്ഞു. ഞാനപ്പം അത്രയും സീരിയസ്നെസ് എടുത്തില്ല ആ ഒരു വാക്ക്. ജാക്കറ്റ് എടുത്തു. നല്ല ആ തണുപ്പിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അവയർനെസ് ഇല്ലല്ലോ. അപ്പോൾ രാജസ്ഥാനിലാണോ? രാജസ്ഥാനിലാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് ഭയങ്കര വലിയൊരു തണുപ്പ് ഉള്ള സമയത്തായിരുന്നു ഞാൻ അവിടെ ചെന്ന് ലാൻഡ് ചെയ്തത്. അത് തണുപ്പ് മാത്രമല്ല, സത്യത്തിൽ ഒരു പൊടിക്കാറ്റ് നിറഞ്ഞതുകൊണ്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പൊ എനിക്കെന്നല്ല, ആ ക്രൂവിലുള്ളവരെല്ലാരും ഒരുപാട് സഫർ ചെയ്ത ആ ഒരു ഇത് എന്നുവെച്ചാൽ ഇതൊന്ന് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഇത് ഈ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ, ഈ മോർണിംഗ് കാറ്റെന്ന് വെച്ചാൽ നമുക്ക് എവിടെയും ഒരു നിൽക്കാനോ ഇതിനുള്ള സ്ഥലമില്ല, മൊത്തം ഈ തരിശുഭൂമി പോലെ കിടക്കുകയല്ലേ. അപ്പം ഈ പൊടിക്കാറ്റും കൂടെ അടിച്ചു കയറുന്ന സമയത്ത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നെ അതില് അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാവിലെയൊക്കെ എണീറ്റിട്ട് നമ്മൾ പോകണമെങ്കിൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് കൈ വാഷ് ചെയ്ത് കഴിഞ്ഞ് കൈ ഫ്രീസ് ആയി പോകും, അത്ര തണുപ്പാണ്. നമുക്ക് പിന്നെ അത് വാം ചെയ്ത് എടുത്താൽ മാത്രമേ നമുക്ക് ആ പഴയ ഒരു ഫ്ലെക്സിബിലിറ്റി കൈക്ക് വരെ കിട്ടത്തുള്ളൂ. മോർണിംഗ് ടൈമിൽ ഷൂട്ടിങ്ങിൽ അവിടെ എത്തണമെങ്കിൽ ഫുൾ ക്രൂ വരണം അവിടെ. അപ്പൊ അവിടെ വന്ന് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, ശാരീരികമായിട്ടൊക്കെ ഒരുപാട് നമ്മൾ സഫർ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ലാലേട്ടൻ വന്ന് ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഇതിന്റെ ഹരിക്ക് ഈ കോൾ വരുമ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്ന് പറയുന്നത് വരെ സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിന് മുൻപും ചെറിയ രീതിയിലൊക്കെ ഭാഗമായിട്ടുണ്ടെന്ന് ഇതുവരെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി സിനിമ ഒരു വലിയ മോഹമായി മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമ വലിയൊരു മോഹം എന്നുള്ളതല്ല. ഇതിന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പണ്ടൊരു സുഹൃത്ത് എനിക്ക് തോന്നുന്നു 2018-19 കാലഘട്ടത്തില് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാർ എന്നുവെച്ചാൽ സുഹൃത്ത് ആദ്യത്തിന് മുമ്പുള്ളതാണ്, പറഞ്ഞ് സാറിന്റെ ഒരു ഓപ്പൺ ഡേറ്റ് എനിക്ക് വേണമെന്ന്. എനിക്ക് ഈ സിനിമയിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ ഈ ഡേറ്റ് എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ചേട്ടൻ മനസ്സിലായില്ല എനിക്ക് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, അല്ല സാറിന്റെ ഒരു ഓപ്പൺ ഡേറ്റ് വേണം. ഞാൻ സാറിന്റെ കളരി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ സാറിന് ഒരു സിനിമയിലേക്ക് നല്ല രീതിയിൽ ശോഭിക്കാനുള്ളൊരു
ഒരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് സാർ എനിക്ക് 2024 ഞാൻ ഒരു പടം ഇറക്കുന്നുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഓപ്പൺ ഡേറ്റ് വന്നു. അപ്പൊ എനിക്ക് ആദ്യമേ ചിരിയാണ് വന്നത്. പിന്നെ ഞാൻ പിന്നെയും പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. രാജീവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, തൃശ്ശൂരുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇന്ന പോലെ ചേട്ടൻ മദ്യപിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഇല്ല, അങ്ങനൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അങ്ങനെ അപ്പൊ സാറിന് പേടിയുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നെ വെച്ച് പടം എടുക്കാൻ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടി? അപ്പൊ ഞാൻ അത്ര സീരിയസ്നെസ് ആയിട്ട് അത് എന്നെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ പടത്തിന് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ പടം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു വട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ, അന്ന് അത് സാർ അതൊരു ഫണ്ണി ആയിട്ട് എടുത്തിട്ട് അതങ്ങ് ആ രീതിയിൽ അങ്ങ് വിട്ടു. പക്ഷെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് ഞാനിപ്പോ അത് ഓർക്കുമ്പോഴാണ് എനിക്ക്, കാരണം ഓരോ ആൾക്കാരുടെ ഒരു വിഷനെ നമ്മളെ ഒരു കാഴ്ചപ്പാടും അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളി പടം എടുക്കുന്നുണ്ടോ? അടുത്ത പടം കമ്മിറ്റ് ചെയ്തോ? ഇല്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ എന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഹരി, ഇതിൽ മോഹൻലാൽ LJP കൂട്ടുകെട്ടായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അപ്പോൾ ലാലേട്ടനോടൊപ്പം, അതും ആദ്യ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം അങ്ങനെ നിന്ന് കളരിഫൈറ്റ് നടത്തേണ്ടല്ലേ? ഒരു ഫൈറ്റ്, നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഫൈറ്റ് രംഗത്തിൽ അങ്ങനെ ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടേണ്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഉണ്ടാക്കിയോ? എങ്ങനെയാണ് ലാലേട്ടൻ്റെ ഒരു സപ്പോർട്ടൊക്കെ ഇതിന് കിട്ടിയത്? ഇല്ല, എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞാൻ സത്യത്തിൽ എന്റെ ചെറുപ്പത്തില് കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പടത്തിന് പോയത് നരസിംഹം കാണാനാണ്. അപ്പം അതിനുശേഷം ഒരുപാട് പടങ്ങൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. പക്ഷെ അദ്ദേഹം വളരെ ഒരു ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര സിമ്പിൾ ആണ് ആൾ. അപ്പൊ ആദ്യം വന്നപ്പോ തന്നെ ഇപ്പൊ നമുക്കൊക്കെ അങ്ങോട്ട് കയറി മിണ്ടാൻ വെച്ചാൽ എന്താകും, എങ്ങനെയായിരിക്കും അദ്ദേഹം തിരിച്ച് പെരുമാറുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മാറി നിൽക്കുകയാണ് സാധാരണ. പക്ഷെ അദ്ദേഹം തന്നെ വന്ന് കൈതരും, അതേപോലെ തന്നെ വിഷ് ചെയ്യും. പിന്നെ തിരിച്ചു പോകുമ്പോഴായാലും നമ്മളോട് പറഞ്ഞിട്ടാണ്, യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ അത്രയും ഒരു ഹമ്പിൾ ആയിട്ടുള്ള, അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയി അദ്ദേഹത്തിനോട് ആക്ട് ചെയ്യാനായിട്ട്. പിന്നെ ലിജോ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലിജോ ചേട്ടൻ എന്താ പറയാ, നിങ്ങള് ഈ ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറയണ്ട, അല്ലെ നിങ്ങൾ അഭിനയിക്കാനായിട്ട് ശ്രമിക്കണ്ട, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചെയ്യുക, ഇതാണ് സംഭവം, കോൺസെപ്റ്റ് ഇതാണ്, ഈ രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് മാത്രമേ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. തീർച്ചയായും കളരി ജീവിതത്തിന്റെ ഭാഗമാണ് ഹരിയുടെ. ഇപ്പോൾ സിനിമ നല്ല അഭിപ്രായങ്ങളാണ് ഹരിയെക്കുറിച്ച്, നല്ല റിവ്യൂസ് ഒക്കെയാണ് അതിന്റെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് കരുതുന്നത്? കളരി വിട്ടൊരു കളി ഉണ്ടാവില്ല എങ്കിൽ പോലും സിനിമ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നല്ല നല്ല അവസരങ്ങൾ വരുമ്പോൾ ഇതിലേക്ക് വരണം, ഈ സിനിമ തുടരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം വേൾഡ് റെക്കോർഡിനെ കുറിച്ച് ഫസ്റ്റ് ചോദിച്ചില്ലേ. അപ്പൊ എനിക്കെന്ന് പറയുമ്പോൾ 8 നാഷണൽ മെഡലുണ്ട്, 2 നാഷണൽ റെക്കോർഡ്, 2 ഇന്റർനാഷണൽ റെക്കോർഡ്. ഇങ്ങനെയാണ് ആ ഒരു ഇത് പോകുന്നത്. ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക്, ഈ കളരി എന്ന് പറഞ്ഞൊരു കല, അല്ലെങ്കിൽ കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാർഷൽ ആർട്സ് ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് അതിനൊരു ഇടിവ് സംഭവിച്ചു. അപ്പൊ ഞാൻ ഇത് വന്നു ചേർന്നതാണ്. ഞാൻ ഇതിങ്ങനെ ഒരു പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു മെയിൻ, അല്ലെങ്കിൽ വലിയൊരാളാകണം, കളരിപ്പയറ്റിലൂടെ ഒരു വലിയ ആളാകണം, അങ്ങനെ ഒരു വിചാരിച്ച് വന്നതല്ല. എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ അങ്ങ് അതിലേക്ക് വന്ന് അലിഞ്ഞു ചേർന്നാണ്. അപ്പം ഈ കളരിപ്പയറ്റിന്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഈ പൊതുജനങ്ങളിലേക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനങ്ങ് ഇടിവ് സംഭവിച്ചതിന്റെ കാരണം. അപ്പൊ ഈ കളരിപ്പയറ്റിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നാഷണൽ മത്സരിച്ചതായാലും, ഈ നാഷണൽ റെക്കോർഡായാലും ഇന്റർനാഷണൽ റെക്കോർഡായാലും ഇട്ടത്. അപ്പൊ ഈ നാഷണൽ റെക്കോർഡ് ഇട്ട സമയത്തായാലും നമുക്ക് അത്ര വലിയ അറ്റൻഷൻ കളരിക്കും കിട്ടുന്നില്ല, ഇതിലൂടെ നിന്ന് എനിക്കും ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച കാര്യം കിട്ടാതെ കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം തേടിയാണ് ഈ ഗിന്നസ് വരെ എത്തിയത്. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു സ്റ്റേജ് ആണ് ഗിന്നസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഗിന്നസിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഗിന്നസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഗിന്നസ് റെക്കോർഡ് നേടി. അപ്പൊ അങ്ങനെ കുറച്ച് പോപ്പുലർ ആയി. എന്നാലും നമ്മൾ വിചാരിച്ച രീതിയിലോട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ തന്നെ പഠിച്ചൊരു സ്റ്റുഡന്റ്, നമ്മൾ ഒരുപാട് കുട്ടികളുടെ വീഡിയോ ഇടുന്നുണ്ട്, അങ്ങനെ ഒരു കുട്ടിയുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി.
ആനന്ദ് മഹേന്ദ്ര, ബാബ രാംദേവ്, വിദ്യുജയമാല, അങ്ങനെ ഒരുപാട് പുറത്തും രാജ്യങ്ങളിലുള്ള മിനിസ്റ്റേഴ്സ് പോലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ. അങ്ങനെ അത് ഭയങ്കര വൈറലായി കഴിഞ്ഞപ്പം ഇപ്പൊ 10-20 വർഷത്തെ ജേർണിയാണ് കളരിപ്പയറ്റില്ലെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയ ശരി. സംഭവം ഇത്രയും കാലം കൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്തിട്ട് കിട്ടാത്തതാണ് അവർ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് കിട്ടിയത്. തീർച്ചയായും എന്തായാലും അതേപോലെ തന്നെ ഇനിയും സിനിമയിൽ കൂടുതൽ തിളങ്ങി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. സമയം അവസാനിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഹരി, എല്ലാവിധ ആശംസകളും. ഞങ്ങളോടൊപ്പം ഈ മോർണിംഗ് ഷോയിൽ പങ്കെടുത്തതിന് നന്ദി.